അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മസ്നവി സഹ്റ ഇഷ്കിലെ മൂന്നാമത്തെ ഭാഗമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. നാലാമത്തെ ഭാഗമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. മുൻ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, പിന്നെ ഷൗക്കിന്റെ സമീപത്ത്, വീടിന്റെ സമീപത്ത് ഒരു സമ്പന്നനായ കച്ചവടക്കാരന് ഒരു സുന്ദരിയായ മോൾ ഉണ്ടായിരുന്നു അല്ലെ. അവരെ പറ്റിയിട്ടും അവരുടെ വിശേഷണങ്ങളും ഒക്കെ നമ്മൾ എന്ത് ചെയ്തു, വിശദമായിട്ടും കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. തുടർന്ന് നമ്മൾ പറഞ്ഞു, പിന്നെ ഇവർ തമ്മിലുള്ള പരസ്പര ആദ്യ കൂടിക്കാഴ്ച, പഹലി മുലാഖാത്ത്, ആദ്യത്തെ കൂടിക്കാഴ്ച. അപ്പൊ ആ സന്ദർഭത്തിൽ പരസ്പരം അവർ കണ്ടുമുട്ടിയ ആ രംഗങ്ങളും അപ്പോഴത്തെ അവസ്ഥയും അവർ രണ്ടുപേരുടെയും മനസ്സിൽ കടന്നുപോയ ആ രംഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, വികാരങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, സവിസ്തരം കഴിഞ്ഞ ക്ലാസ്സിൽ उसके बारे में तफसील से हमने बात की है पिछले क्लास में അല്ലേ. അപ്പൊ ഇനി അവർ എന്ത് ചെയ്തു, പഹലി നസർ में ही दोनों आशिक माशूक ഒക്കെ രണ്ട് പ്രഥമ ദൃഷ്ടിയിൽ തന്നെ അവർ രണ്ടുപേരും എന്ത് ചെയ്തു, കവിതാക്കളായിട്ട് മാറി അല്ലേ. പിന്നെ അത് കഴിഞ്ഞു, അതിനെ പറ്റി നമ്മൾ എന്ത് ചെയ്തു, ചർച്ച ചെയ്തു. उसके बारे में हमने आगे जाके हमने जब पिछले क्लास में जब हम बात कर रहे थे कि शबे हिजर में आशिकी कैफियत क्या रही, उन्होंने शबे हिजर कैसे काटा, വിരഹത്തിന്റെ രാത്രിയിൽ ആഷിഖ് എങ്ങനെയാണ് കഴിച്ചു കൂട്ടിയിരുന്നത്, അതിനെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, പറഞ്ഞു. എങ്ങനെ ദിൽമേ സൂബാർ ബാപ്പർ ജാന ദേഖ്ന ബാൽന ചലെ ആന जब देखा वहां पर वो गुल्लू फरते तुम से निकल पड़े आंसू वगैरह, उसके बारे में भी हमने बात कर रहे थे. उसके आगे भी जब हम बात करेंगे उसी के बारे में बात करेंगे. जब आशिक माशूका से जुदा होता है उस वक्त आशिक पर क्या कुछ गुजरता है, उसके बारे में अभी हम बात करने जा रहे हैं. ओके, बिस्मिल्लाह. എന്താണ് ഫസ്റ്റ് വരി, എന്താണ് ഹോ ഗയി. അപ്പോ ഹോ ഗയി മ്യൂട്ടാക്ക് ഫിർ തോ ഹോ ഗയി ഫിർ തോ ऐसी हालते जार, ऐसी हालते जार എങ്ങനെയാണ്, ഹോ ഗയി ഫിർ തോ ഐസി ഹാലത്തെ സാർ, ഹോ ഗയി ഫിർ തോ ഐസി ഹാലത്തെ സാർ. നോക്കൂ, അടുത്ത എന്താണ് പറയണത്, ജയ്സേ. മൂപ്പർ എത്ര മനോഹരമല്ല, ലളിതമായ വാക്കുകളിൽ മൂപ്പർ എന്ത് ചെയ്തു, തന്റെ മുദ്ദ അങ്ങനെ പേഷ് കിയാ ഹെ. ഇങ്ങനെ ഷായറാന അന്താസ്. നോക്കൂ, ജയ്സെ बरसों का हो कोई बीमार. നോക്കൂ, हो गई फिर तो ऐसी हालते जार, हो गई फिर तो ऐसी हालते जार. പിന്നെ എന്ത് ചെയ്തു, हो गई നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഗുസരി കുച്ച് ദിൻ ജോ റഞ്ച് കെ മാറേ എന്നാണ്, ദുഃഖം കാരണം കൊണ്ട് കുറച്ച് ദിവസം എന്ത് ചെയ്തു, ദുഃഖം മൂലം ഇങ്ങനെ ദുഃഖത്തിലൂടെ എന്ത് ചെയ്തു, ദുഃഖം പിടിച്ചിട്ട് അവൻ എന്ത് ചെയ്തു, കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവനക്ക് എന്താ ചെയ്തു, ദർ ഹാർ ഹോ ഗയേ कोई ऐसी चीज नहीं जो उनको सुकून पहुंचा सके. അദ്ദേഹത്തിന് ആശ്വാസം ലഭിക്കുന്ന എത്തിക്കുന്ന ഒരു സാധനം അവർക്ക് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല नासरफ उनको सुकून चैन उनसे रुखसत हो गई, बल्कि तमाम चीजें जो कभी उनका ऐशो आराम पहुंचाते थे वो भी उनको सुकून देने में नाकाम रहा. ले दर हार हो गई सारे. ये അടുത്തത് हो गई फिर तो ऐसी हालते जार, हो गई ആയി തീർന്നു फिर तो പിന്നല്ലേ പിന്നെ ആയി തീർന്നു, ഐസി പറഞ്ഞാൽ ഇത്രമാത്രം, എന്താണ് ഐസി പറഞ്ഞാൽ ഇത്രമാത്രം എന്ത് ഹാലത്തറ അവസ്ഥ ആയി തീർന്നു. എന്ത് സാറ് പറഞ്ഞാൽ എന്താണ്, മോശമായി തിരിയാൻ. നമ്മൾ പറയും ലോന അല്ലേ, സാറോന ഒക്കെ പറയില്ലേ. സാറ് എന്ന് പറഞ്ഞാൽ എന്താണ്, നെഹീഫ് എന്നാണ് അർത്ഥം. നെഹീഫ് പറഞ്ഞാൽ എന്താണ്, മെലിഞ്ഞ, പത്തല എന്ന് പറയില്ലേ, പത്തല നമ്മൾ പറയാറില്ലേ. അപ്പൊ അതിനാണ് മെലിഞ്ഞ, അതായത് നമ്മള് ശോഷിച്ച പറയില്ലേ. അപ്പൊ ഹാലത്തെ സാർ എന്ന് പറഞ്ഞാൽ ദയനീയമായ അവസ്ഥ, ദയനീയമായിട്ട് തീർന്നു, വളരെ മോശമായിട്ട് തീർന്നു. ഹാലത്തെ സാർ
മേരെ ഹാലത്ത് റഹം കര മൗല, നമ്മൾ പറയാറില്ലേ എന്റെ ദയനീയ അവസ്ഥയിൽ ഒന്ന് എന്നോട് ദയ കാണിക്കണേ, നമ്മൾ പറയാറില്ല. അതേമാതിരി ഹോ ഗയി ഫിർത്തോ ഹൈസി ഹാലത്തെ സാർ, ഹോ ഗയി ആയി തീർന്നു, ഫിർത്തോ പിന്നല്ലേ പിന്നെ ആയി തീർന്നു, ഐസി ഇത്രമാത്രം ഹാലത്തെ സാർ അദ്ദേഹത്തിന്റെ അവസ്ഥ ഇത്രമാത്രം എന്തായി തീർന്നു, സാർ ഹോ ഗയി. ആ ഹാലത്ത് ഇത് സാർ ഹോ ഗയി വേണ്ട ഹാലത്ത് സാർ ഹോ ഗയി. ഹാലത്ത് എന്ത് ചെയ്തു, സാർ ഹോന എന്ന് പറഞ്ഞാല് സാർ ഹോന എഴുതിക്കൊളി. സാർ ഹോന എന്ന് പറഞ്ഞാല് സാർ ഹോന എന്ന് പറഞ്ഞാല് മോശമാവുക, ഇങ്ങനെയാണ് സാറു ഹോന എന്ന് പറയുക. മനസ്സിലായി? മെലിയുക ഒക്കെ അർത്ഥം, മെലിയുക ഒക്കെയാണ് അതിനർത്ഥം. അപ്പോ ഹാലത്തെ സാർ ഓന എന്ന് പറഞ്ഞാലോ, ഹാലത്തെ സാർ പറഞ്ഞാൽ ദയനീയ അവസ്ഥ. ഹാലത്ത് സാർ ഓന എന്ന് പറഞ്ഞാലോ അവന്റെ സ്ഥിതി എന്ത് ചെയ്തു, എന്താണ് ആ സ്ഥിതി എന്ത് ചെയ്തു, മോശമായി തീർന്നു. മനസ്സിലായി? മോശമായിട്ട് തീർന്നു. ഹാലത്ത് സാർ ഓന ഈ തേ വേണ്ട കേട്ടോ, അവിടെ കസർ വേണ്ട എന്തിന്റെ, ഇസാഫിന്റെ. ഓക്കെ, കസർ ഇസാഫ നിക്കാൽ ഹട്ടാതോ. അപ്പൊ എന്താ പറഞ്ഞത്, ഹോ ഗയി ഫിർതോ ഐസി ഹാലത്ത് സാർ, അവന്റെ അവസ്ഥ ഇത്രമാത്രം എന്ത് ചെയ്തു, മോശമായി തീർന്നു. സാർ ഹോ ഗയി ഹാലത്ത് ഇത്രയും ബിഗഡ് ഗയി, എത്രമാത്രം അറിയോ, ജയ്സെ പോലെ ആരുടെ വർഷങ്ങളായിട്ട് ഹോ ആയിരിക്കും, വർഷങ്ങളായിട്ട് കോയി വല്ലവനും ബീമാർ ഹോ, എന്താണ് വർഷങ്ങളായിട്ട് ബർസോങ്ക കോയി ബീമാർ ഹോ, എങ്ങനെയാണ് ബർസോങ്ക കോയി ബീമാർ ഹോ എന്ന് പറഞ്ഞാൽ ആയിരിക്കും എന്നർത്ഥം അല്ലേ. ഇപ്രകാരം എന്ന പോലെ വർഷങ്ങളായിട്ട് ഒരാള് രോഗിയായിരിക്കുന്നത് പോലെ അവന്റെ അവസ്ഥ അത്രമാത്രം സാർ ഹോ ഗയാ, ബിഗഡ് ഗയാ, നാസാസ് ഹോ ഗയി തബീയത്ത് ഉൻകി. മനസ്സിലായോ? അപ്പൊ എന്താ പറഞ്ഞത്, ഹോ ഗയി ഫിർതോ ഐസി ഹാലത്തെ സാർ, അവന്റെ അവസ്ഥ എന്ത് ചെയ്തു, ഹാലത്ത് ഇത്രമാത്രം എന്ത് ചെയ്തു, മോശമായി. എത്രമാത്രം ചോദിച്ചാല് ബർസോങ്ക ഹോ കോയി ബീമാർ, വർഷങ്ങളായിട്ട് വല്ല ആരെങ്കിലും ബീമാരായി കിടക്കണ്ടാവൂലേ, അങ്ങനത്തെ ഒരാളെ പോലെ എന്ത് ചെയ്തു അദ്ദേഹം കോയി എന്താണ് ബർസോൻസെ ബീമാർ പടാ ഹുവാ, ऐसी कोई आदमी की तरह उनकी हालत बिगड़ गई, नासाज हो गई. മനസ്സിലായോ? ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്, ഹോ ഗയി ഫിർതോ ഐസി ഹാലത്ത് സാർ, അവന്റെ അവസ്ഥ ഇത്രമാത്രം മോശമായി. എത്രമാത്രം ചോദിച്ചാല് വർഷങ്ങളായിട്ട് ഒരാള് ഒരാള് നമ്മളേക്ക് പറയാട്ടോ, കോയി ബീമാർ ഹോ, ആരെങ്കിലും ബീമാർ രോഗിയായിരിക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്ത് ചെയ്തു, മോശമായി തീർന്നു. നോക്കൂ അടുത്തത് എന്താണ്. അപ്പൊ എന്താ ചോദിച്ചാല്, ജബ് ആഷിഖ് അപ്പനി മാഷൂക്കാ സെ ജുദാ ഹോത്താ ഹൈ, ജബ് ആഷിഖ് അപ്പനി മാഷൂക്കാ സെ जब आशिक अपनी माशूका से तस्नी गौर से सुनिएगा इनके, जब आशिक अपनी माशूका से जुदा होता है उनके दिल से भी सुख चैन तमाम अशरतें റുഖ്സത്ത് ഹോ ജാതി ഹേ. എന്താണ് എന്താ പറഞ്ഞത്, പിന്നെ തന്റെ കാമുകിയിൽ നിന്ന് കാമുകന് അകന്നാല്, വേർപെട്ട് കഴിഞ്ഞാൽ, കാമുകൻ തന്റെ കാമുകിൽ നിന്ന് അകന്നു കഴിഞ്ഞാല് അവന്റെ എല്ലാവിധ സുഖങ്ങളും ദുഃഖങ്ങളും എന്താവുന്നതാണ്, സുഖങ്ങളും എല്ലാതും എന്താണ് അവന്റെ മനസ്സിൽ നിന്ന് എന്താവുന്നതാണ്, അകന്നു പോകുന്നതാണ്, യാത്രയാകുന്നതാണ്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ദിൽക്കോ തീ നമ്മൾ കരുതും, പിന്നെ വിരഹത്തിൽ എന്താണെന്നാണ് അവരുടെ സ്നേഹം വർദ്ധിക്കുക. ദോ ചന്ത് ഹോ ജാതി ഹേ, ഉസ്കി മുഹബ്ബത്ത് ജോ ഹേ ശിദ്ദത്ത് ഇഖ്തിയാർ കർ ലേത്തെ ഹേ, അവരുടെ സ്നേഹം എന്ത് ചെയ്യുന്നു, വളരെ ശക്തി പ്രാപിക്കുന്നു. മനസ്സിലായോ? ദിൽക്കോ തീ ഗംസെ ഇവിടെ ഒരു കാര്യം പറയാനുണ്ടോ, ഖുദ് ഫറാമോഷി. ഖുദ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്വയം, സെൽഫ്. എന്താണ് ഫറാമോഷ് എന്ന് പറഞ്ഞാൽ, ഫറാമോഷ് മറക്കുക അല്ലെ. ഫറാമോഷ് ഓന എന്ന് പറഞ്ഞാല്, ഫറാമോഷി എന്ന് പറഞ്ഞാൽ മറവി, ഫറാമോഷി പറഞ്ഞാല് മറവി, വിസ്മൃതി. ഖുദ് ഫറാമോഷി എന്ന് പറഞ്ഞാലോ സ്വന്തത്തെ മറക്കുക എന്ന് പറയുന്ന നല്ലൊരു വേർഡ് ഇത് കണ്ടുപിടിക്കണം. എന്ത് എഴുതുമ്പോഴേക്കിന് പിന്നെ പറയാം, ലഗ്
ഗയി ലഗ് ഗയി ലപ്പേ ലബ് ലപ്പേ ലപ്പ് എന്ത് മുഹർ മുഹർ എന്താണ് മുഹർ മുഹറേ ഖാമോഷി മുഹറേ ഖാമോഷി അവിടെ കസർട്ട് കൊടുക്കണം കാരണം ഇസാഫാണ് കേട്ടോ ഖാമോഷി നോക്കൂ ദീദി മനസ്സിനുണ്ടായിരുന്നു മനസ്സിനായിരുന്നു എന്ത് ഗംസെ ഗംസെ എന്ന് പറഞ്ഞ ദുഃഖം കൊണ്ട് മനസ്സിനായിരുന്നു എന്ത് മനസ്സിന് ഖുദ് ഫറാമോഷി സ്വബോധം നഷ്ടപ്പെട്ടിരുന്നു സ്വബോധം ഖുദ് പറഞ്ഞാല് സ്വയം ഫറാമോഷ് കർണ എന്ന് പറഞ്ഞ ഫറാമോഷ് കർണ മറക്കുക ഫറാമോഷ് കർണ എന്ന് പറഞ്ഞാല് മറക്കുക എന്നാലോ പിന്നെ ഫറാമോഷി പറഞ്ഞാലോ ഫറാമോഷി മറവി അല്ലേ മറവി നാക്കാബിലെ ഫറാമോഷി പറഞ്ഞാലോ തസ്നി നാക്കാബിലെ ഫറാമോഷ് എന്ന് പറഞ്ഞാലോ ഫറാമോഷി പറഞ്ഞാൽ മറക്കാന് ആവാത്ത കേട്ടോ അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഇതിനൊപ്പം പഠിച്ചു വെക്കണം ഫറാമോഷി ഫറാമോഷ് കർണ ഖുദ് ഫറാമോഷി ദിൽകോത്തി മനസ്സിനായിരുന്നു മനസ്സിന് ഉണ്ടായിരുന്നു മനസ്സിന് എന്താ ഉണ്ടായിരുന്നു അറിയോ മനസ്സിനായിരുന്നു എന്ത് ദുഃഖം കാരണം കൊണ്ട് ഖുദ് ഫറാമോഷി സ്വന്തത്തെ പോലും മറന്നുപോകും അല്ലേ സ്വന്തത്തെ പോലെ എന്താവുന്നതാണ് നമ്മൾ മറന്നു പോകുന്നതാണ് നമ്മൾ എന്ത് കാരണം കൊണ്ട് സ്നേഹം കാരണം കൊണ്ട് മനസ്സിലായില്ലേ അപ്പോ ഇത് എന്താണ് ഗാലിബ് പറഞ്ഞില്ലേ ഇഷ്ക് ഐസി ആഗ്രഹേ जो लगाने से नहीं लगती बुझाने से नहीं बुझती बुझाई नहीं बुझती എത്ര കെടുത്തിയാലും അത് കെടുവില്ല എത്ര കത്തിക്കാൻ ശ്രമിച്ച കത്തൂല്ല കത്തിയാലോ കെടുവില്ല അങ്ങനത്തതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് ഇത് അങ്ങനത്തെ ആ അവസ്ഥന്റെ ആ കൈഫ്യത്തിനെ മുറക്കാനികാരി മഹാക്കാത്തിനികാരി യഹാ ഉन्होंने सही मायनों में बखूबी अदा की गई है अदा की है सॉरी दिल को ती गम से खुद फरामोशी മനസ്സിനുണ്ടായിരുന്നു എന്ത് ഗംസി ദുഃഖം കാരണം കൊണ്ട് എന്തുണ്ടായിരുന്നു ഖുദ് സ്വന്തത്തെ പോലും മറന്നിരുന്നു സ്വന്തത്തെ പോലും മനസ്സെന്ത് ചെയ്തു സ്വന്തത്തെ പോലും എന്ത് ചെയ്തു മറന്നിരുന്നു ലഗ് ഗൈ ലഗ് ഒരവസ്ഥ പറഞ്ഞ ലഗ് ഗൈ ലഘുപ്പരും ചുണ്ടിൽ എന്ത് ചെയ്തു ചേർന്നിരുന്നു ചുണ്ടിൽ എന്ത് ചെയ്തു ചേർന്നു എന്ത് മുഹർ ഒക്കെ പറയാട്ടോ മുഹർ മുഹർ പറഞ്ഞാണ് മുദ്ര എന്താണ് മുദ്ര എന്തിന്റെ മുദ്ര സീല് എന്തിന്റെ സീല് ഹാമുഷി നിശബ്ദത മൂകതയുടെ എന്താണ് മൂകതയുടെ മുദ്ര അല്ലെങ്കിൽ സീല് അദ്ദേഹത്തിന്റെ ചുണ്ടിൽ എന്ത് ചെയ്തു മുഹർ ലഗ്നാണ് മുഹർ ലഗ്ന എന്ന് പറഞ്ഞാല് പിന്നെ മുദ്ര വെക്കുക മുദ്ര വെച്ചിരുന്നു മുദ്ര വെക്കുക മനസ്സിലായി മുദ്ര ഏക്കുക ഒക്കെ പറയും മുദ്ര മുഹർ ലഗീതി പറഞ്ഞ ഉസ്താദിനെ एक पर्चा निकाला दराज से एक पर्चा निकाला जिसमें कॉलेज की മുഹർ ലഗി ഹുയി തി കോളേജിന്റെ മുദ്ര വെച്ച ഒരു പർച്ച ഉസ്താദ് എന്ത് ചെയ്തു ഒരു പേപ്പർ ഉസ്താദ് എന്ത് ചെയ്തു പുറത്തെടുത്തു വലിപ്പിൽ നിന്ന് അപ്പൊ ചേർന്നിരുന്നു അതിൽ വെച്ചിരുന്നു അതില് ലഗ്ന എന്ന് പറഞ്ഞാൽ ചേരുക എന്നാണ് അർത്ഥം എന്തിൽ ലഗ്പർ അദ്ദേഹത്തിന് ചുണ്ടിൽ എന്ത് ചെയ്തു വെച്ചിരുന്നു എന്ത് വെച്ചിരുന്നു മുഹർ മുദ്ര ഖാമുഷി നിശബ്ദതയുടെ മുദ്ര എന്ത് ചെയ്തു വെച്ചു അതായത് മുണ്ടോട്ടല്ലാതെ അനങ്ങാതെ നമ്മളറിയില്ലേ ഒരു കാര്യം നമ്മൾ ദുഃഖം നമ്മൾ പരിധിയിൽ വിട്ടു കഴിഞ്ഞാല് ഒരു കുറച്ച് ചെറിയ ദുഃഖമാണെങ്കിൽ മറ്റുള്ളവരോട് പറയും അത് പരിധി വിട്ടു കഴിഞ്ഞാലോ പിന്നെ നമ്മൾ ആരോടത്തും അറിയില്ല പിന്നെ നമ്മൾ എന്താവും നിശബ്ദരായി മാറും അല്ലെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ അപ്പൊ ഫറാമോഷി അതായത് അദ്ദേഹത്തിന്റെ ദുഃഖത്തിന്റെ വിരഹത്തിന്റെ വേദന അങ്ങേയറ്റം തീർന്നു എത്തിയിട്ടുണ്ട് അല്ലെ അപ്പൊ ദിൽകൂത്തി ഫറാമോഷി മനസ്സിന് ഉണ്ടായിരുന്നു എന്തുണ്ടായിരുന്നു ദുഃഖം കാരണം കൊണ്ട് സ്വന്തത്തെ തന്നെ മനസ്സെന്തിയിരുന്നു മറന്നിരുന്നു ലഗയി ഏറ്റിരുന്നു ലപ്പർ വെച്ചിരുന്നു എന്ത് വെച്ചിരുന്നു ചുണ്ടിൽ വെച്ചിരുന്നു മുഹർ മുദ്ര ഖാമോഷി അറിയാലോ മൂകതയുടെ നിശബ്ദതയുടെ മുദ്ര എന്ത് ചെയ്തു അത് ചുണ്ടിൽ വെച്ചിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് പിന്നെ അവൻ മുണ്ടിയില്ല മനസ്സിലായോ അപ്പോഴത്തെ അവസ്ഥയാണ് പറയണത് പിന്നെ നരഹ എന്താണ് നരഹ ആർക്ക് ദിൽക്കോ എന്ത് ജബത്ത് നമ്മൾ ജപ്തി അറിയില്ലേ അതിനായിട്ട് ജപ്തി ഏതാണ് അറിയോ നോക്ക് ജപ്തിയില്ലേ ജപ്തി ഇല്ലാട്ടോ ജപ്ത് പറഞ്ഞാൽ കണ്ടുകെട്ടുകാർ ജപ്തി എന്ന് പറയില്ലേ നിയന്ത്രിക്കുക ഒക്കെ പറയുന്നത് ജപ്ത് കാ യാറ് പറഞ്ഞ അറിയാം പക്ഷെ യാറ എന്ന് പറഞ്ഞ അറിയോ ഇല്ല നരഹാ ദിൽകോ ജബ്ത് കാ യാറ അടുത്തത് യാറ സർ ജഹാൻ चाहा दृढ़ से
ബേമാറ. എന്താ പറയുന്നത് ഇവിടെ? പിന്നെ അപ്പൊ അവന്റെ അവസ്ഥ ഒന്നുകൂടി എന്ത് ചെയ്തു? കൂടുതൽ എന്ത് ചെയ്തു? സംഗീൻ होती जा रही है किसकी कैफियत? आशिकी. जब वो इधर की रात इधर का दिन कुछ ऐसे गुजर रहा है, काट रहे हैं, उसकी तस्वीर कशी यहाँ पर हो रही है. ध्यान दीजिए. നോക്കൂ എന്താ പറയുക? ദിൽക്കോ ദിൽക്കോ ജബത്ത് കാ യാറ, മനസ്സിന് ഇല്ലായിരുന്നു. എന്തില്ലായിരുന്നു? ജബത്ത്. ജബത്ത് കർണ എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക, കണ്ടുകെട്ടുക. ജബത്ത് കർണ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടുകെട്ടുക എന്നാണ് അർത്ഥം. കണ്ടുകെട്ടുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക? നിയന്ത്രിക്കുക ഒക്കെ അർത്ഥം. പിന്നെ മനസ്സിന് ഇല്ലായിരുന്നു എന്ത്? ജബത്ത് ക, നിയന്ത്രിക്കാന്. ജബത്ത് ക എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുന്നതിനുള്ള എന്ത്? യാറ. യാറ എന്ന് പറഞ്ഞാല് തോക്കത്ത്. അപ്പൊ എന്താണ്? യാറ നരഹ എന്ന് പറഞ്ഞാലോ മനസ്സിന്. ഇത് 1, ഇത് 2, ഇത് 3 അല്ലെ? അപ്പൊ എങ്ങനെ വെക്കേണ്ടത്? ദിൽക്കോ ജബത്ത് കാ യാറ നത അല്ലെ? മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവില്ലായിരുന്നു. കാരണം നിയന്ത്രണം വിട്ടു. കാബൂസെ ബാഹർ ഹോ ഗയാ അല്ലെ? ബേകാബു ഹോ ഗയാ അല്ലെ? ജസ്ബാത് സെ ഗാലിബ് ഹോ ഗയാ ഹൈ. മനസ്സിലായില്ലേ? ദിൽക്കോ ജബത്ത് കാ യാറ, മനസ്സിന് എന്തുണ്ടായിരുന്നില്ല? നിയന്ത്രിക്കാനുള്ള. ജബത്ത് പറഞ്ഞാൽ നിയന്ത്രിക്കുക. ജബത്ത് കറ നിയന്ത്രിക്കുക, കണ്ടുകെട്ടുക കേട്ടോ. ജബത്ത് കറ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചില്ലേ? ജപ്തി ചെയ്യാൻ നമ്മൾ മലയാളത്തിൽ പറയണത് അതിനെയാണ് ഇത്. പിന്നീട് ഓന് പറയുന്നത് എന്താണെന്ന് അറിയോ? സർ ജഹാ ചാഹ. സർ എന്ന് പറഞ്ഞാൽ എന്താണ്? സർ തല. ജഹാ ചാഹ എന്ന് പറഞ്ഞാലോ ജഹാ അവിടെ. ജഹാൻ ആഗ്രഹിച്ചിടത്ത് പറഞ്ഞ തോന്നിയെടുത്ത്. തോന്നിയെടുത്ത് ദഡ്സ്. ദഡ്സ് എന്ന് പറഞ്ഞാലോ ഉച്ചത്തില്. പിന്നെ ദഡ്സെ ആവാസ്. ദഡ്സെ ഗിർഗൈ എന്ന് പറഞ്ഞാൽ തസ്നി. ദഡ്സെ ഗിർഗൈ എന്ന് പറഞ്ഞാൽ തസ്നി എന്ത് ചെയ്തു? പൊത്തോ എന്ന് പറഞ്ഞ ഒച്ച വെച്ചത് എന്ത് ചെയ്തു? പൊതുവെ ശക്തമായിട്ട് ചെറിയ വീഴ്ചയാണ്, ആരും അറിയില്ല. ശരിക്കും സ്റ്റെപ്പ് കൂട്ടൽ എന്ത് ചെയ്തു? ഒരു പോക്ക് പോയി. പിന്നെ ദഡ്സ ദേമാറ, ദഡ്സ ഗർഗയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒച്ച വെച്ചിട്ട് എന്ത് ചെയ്തു? നന്നായിട്ട് അത് വീണു. അതെല്ലാവരും എന്ത് ചെയ്തു? അറിഞ്ഞു അല്ലെ? ദഡ്സ ശബ്ദത്തോടു കൂടെ എന്ത് ചെയ്തു? ഒരു സാധനം വീണീനാണ് പറയട്ടോ. ദഡ്സ പറയട്ടോ. പൊതോ എന്ന് പറയട്ടെ. പൊതോ എന്ന് പറയില്ലേ? അങ്ങനെ ഒരു ഒച്ച വരില്ല. അങ്ങനെ സർ ജഹാ ചഹാ, തല എവിടെയാണോ ആഗ്രഹം തോന്നിയെടുത്ത് എന്ത് ചെയ്തു? ദഡ്സ്. പൊതോ എന്ന് പറഞ്ഞ ശക്തമായിട്ട് എന്ത് ചെയ്തു? ദേ മാറ. ദേ മാറ എന്ന് പറഞ്ഞാൽ ദേ എന്ന് പറഞ്ഞാൽ കൊടുക്കുക, മാറ എന്ന് പറഞ്ഞാൽ അടിക്കുക. ദേ മാറ അടിച്ചു. ശക്തമായിട്ട് എന്ത് ചെയ്തു? ദേ ഇവിടെ മുമ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ വെച്ചാൽ ശക്തി, ശക്തമായിട്ട് എന്നുള്ള അർത്ഥം അതിന് കിട്ടും കേട്ടോ. അപ്പൊ തല എവിടെയാണോ തോന്നിയെടുത്തും പോയിട്ട് തല എന്ത് ചെയ്തു? ചിലപ്പോ തൊമരുമേക്കാരം, ചിലപ്പോ കല്ലുമ്മ കൊണ്ടിട്ടാണ്, ചിലപ്പോ പിന്നെ പാർക്കിലാണെങ്കിൽ, മൈതാനിലാണെങ്കിൽ, പാവമയാണെങ്കിൽ, പിന്നെ എന്താണ് പിന്നെ എന്താണ് പേടിച്ച ദറസ്ത അപ്പനസർ ദേമാർത്തെ ദറത്ത് पर अपना सर दे मारते थे ले. അപ്പൊ എന്താണ്? പിന്നെ പത്രസെ किसी से भी वो अपना सर लगाते थे, दे मारते थे. അപ്പൊ എന്താ പറയുന്നത്? സർ ജഹാൻ ചാഹ, മനസ്സ് എവിടെയാണ് ആഗ്രഹിച്ചത്? തല എവിടെയാണ് തോന്നിയെടുത്ത് ചെന്നിട്ട് എന്ത് ചെയ്തു? ശക്തമായിട്ട് മാറണ എന്ന് പറഞ്ഞാൽ തന്നെ അടിക്കുക എന്നർത്ഥമുണ്ട്. ചെന്നിട്ട് അടിക്കണീന് എന്താ അർത്ഥമുണ്ട്? മാറണ എന്നർത്ഥം. അടിക്കുക മാത്രമല്ല, ചെന്നിട്ട് ഒരു സാധനം ഉണ്ടാവില്ലേ അമരുക, അതിന് മാറണ എന്ന് പറയുന്നതാണ്. മനസ്സിലായോ? അപ്പൊ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവില്ലാതിരുന്നു. സർജഹാൻ ചാഹ, എവിടെയാണോ തല ആഗ്രഹിച്ചെടുത്ത് തല കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? ദടിച്ച് പൊതു എന്ന് പറഞ്ഞിട്ട് നിദ്ദേ മാറാ അടിച്ചു. മനസ്സിലായോ? അപ്പോ ഇത് ഒരു ലൈലന്റെ മജ്നൂന്റെ ആ കഥല്ലേ, ആ കഥയുടെ ഒരു പ്രത്യേകതയാണെന്ത്? മജ്നൂനെ ചെന്നിട്ട് തലങ്ങൾ ചെന്നിട്ട് എന്ത് അടിക്കും, അങ്ങനെ അടിക്കും. ഇത് ഉറുദു കവിതയിൽ എന്താണ് ഒരു പ്രത്യേക ഒരു സിമ്പലാണ്. തല ചെന്നിട്ട് എന്ത് കല്ലുമ്മ കൊണ്ടിട്ട് അടിക്കുക എന്നുള്ളത്. അത് ആഷിഖിന്റെ പണിയാണുള്ളത്. മാഷൂക്കിൽ നിന്ന് വിരഹത്തിന്റെ അവസ്ഥയിൽ ആഷിഖ് കാട്ടുന്ന ഓരോ പണികളാണ് കേട്ടോ. അപ്പൊ അതിന് ഒരു പ്രത്യേക ഒരു ഇതുണ്ട്. ഒരുപാട് ഇതുണ്ട്, ഒരുപാട് കവിതകൾ അതിന് ഉദാഹരണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഗസലിൽ കാണാൻ സാധിക്കുന്നതാണ്. ആ ഐഡിയ തന്നെ ഇവിടെയും മൂപ്പര് എന്ത് ചെയ്യുന്നു? ഉപയോഗിച്ചിരിക്കുന്നു കേട്ടോ. ഓക്കെ, ഓക്കെ. അടുത്തത് रंज लाखों तरह के सहते हैं. रंज रंज दुखम लाखों तरह के सहते हैं അല്ലെ? സഹത്തെ എന്താണ്? ദുഃഖം ലാഖം തരക്കെ ഒരുപാട് തരത്തിലുള്ള ദുഃഖങ്ങൾ എന്ത് ലാക്കറിന് ലക്ഷക്കണക്കിന് രീതിയിലുള്ള ദുഃഖങ്ങൾ എന്ത് ചെയ്യുന്നു? സഹന എന്ന് പറഞ്ഞാൽ എന്താണ്? സഹിക്കുക എന്ന് മലയാളത്തിൽ പറയണ മാറിയില്ലേ? സഹിക്കുക, സഹത്തെ സഹിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? ലബ് ചുണ്ടായിരുന്നു. ചുണ്ടെന്തായിരുന്നു? ഖാമൂഷ്. എന്തായിരുന്നു? ലബ്തെ ഖാമൂഷ്.
ചുണ്ടായിരുന്നു, നിശബ്ദമായിരുന്നു, അനങ്ങണില്ല. അഷ്ക് കണ്ണുനീരോ, അഷ്ക് എന്തായിരുന്നു, കണ്ണുനീരായിരുന്നത്. ബഹ്തേത്തെ എന്താണ്, ബഹ്തേത്തെ കണ്ണുനീരെന്ത് ചെയ്യുന്നായിരുന്നു, ഒഴുകുന്നുണ്ടായിരുന്നു, കണ്ണുനീരിങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു. ചുണ്ടാണെങ്കിലോ അവൾ നിശബ്ദവുമായിരുന്നു. നമുക്ക് അവളുടെ അവസരം ഉണ്ടാവാതെ ഒരാളെന്ത് ചെയ്യുക, അങ്ങനെ തന്റെ പിന്നെ യാറിന്റെ ഇത് ശരിക്കും എന്താ വെച്ചാല്, ഇത് സൂഫിയാക്കളില്ലേ, സൂഫിയാക്കളൊക്കെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്ന, കണ്ണുനീരിങ്ങനെ എന്താവുന്ന രാത്രിയാമങ്ങളിൽ അവരെന്താണ് നമ്മളെ ഉറങ്ങും പോലെ എന്താവുന്ന അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഇങ്ങനെ കരയുമായിരുന്നു. അവരുടെ ചുണ്ടെന്തുമായിരുന്നു, ചുണ്ടെന്താണെന്നു, ചുണ്ട് അവർ നിശബ്ദവുമായിരിക്കും, കണ്ണുനീരിങ്ങനെ ഒഴുകുന്നുണ്ടാവും അള്ളാഹുവിനെ ഓർത്തിട്ട്, അള്ളാഹുവിന്റെ നിയമത്തുകൾ ഓർത്തിട്ട്, അള്ളാഹുവിനോടുള്ള ആ സ്നേഹം കാരണം കൊണ്ട്. മനസ്സിലായി? ഇതിന് ലാസ്റ്റ് നമുക്ക് ഒരു പോയിന്റ് നമുക്ക് വേറെ പറയാനുണ്ട് കേട്ടോ. ഇത് വെറും എന്താണ്, ഒരു വസീലയാണ്, സരിയാണ്, ആരിലേക്ക് എത്താനുള്ള, ആഷിഖിലേക്കുള്ള, മഅ്ശൂഖയിലേക്ക് എത്താനുള്ള ഒരു മാർഗമാണ്. അപ്പൊ വിവിധ തരത്തിലുള്ള, ഒരുപാട് തരത്തിലുള്ള ദുഃഖങ്ങൾ സഹിക്കുന്നു. ചുണ്ടെങ്ങനെയായി, ചുണ്ടിന്റെ അവസ്ഥയാണ് നിശബ്ദമായിരുന്നു. കണ്ണാണെങ്കിലോ ആ കണ്ണ് നല്ല കണ്ണുനീരിങ്ങനെ എന്ത് ചെയ്യുമായിരുന്നു, ഒഴുകുന്നുണ്ടായിരുന്നു. അല്ലെ? നല്ല രസകരമായ ഒരു ചിത്രം അല്ലെ, ഉറക്കാനെ കാര്യം ഉപരി ചെയ്തിരിക്കുന്നത്. അടുത്തത് പിന്നെ ഹിജർസേ എന്താണ്, ഹിജർസേ ഗൈർ ഹോ ഗയി ഹാലത്ത് ഹിജർസേ ഗൈർ ഹോ ഗയി ഹാലത്ത് എന്ന് പറയുന്നതാണ്. ഗൈർ ഹോന എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വന്തമല്ലാത്ത വല്ലാതെയായി. ഗൈറു ഹോന എന്ന് പറഞ്ഞാൽ എന്താണ്, വല്ലാതെയാവുക എന്നർത്ഥം, അതായത് മോശമാവുക എന്നാണ്. എനിക്ക് ഹാലത്ത് ഗൈറു ഹോന എന്ന് പറഞ്ഞാലോ അവസ്ഥ എന്ത് ചെയ്തു, വല്ലാതായി എന്ന് പറഞ്ഞാല് അവസ്ഥ ഹാലത്ത് നാസാസ് ഓഗയി, തൊബിയത്ത് നാസാസ് ഓഗയി എന്നാണ് അർത്ഥം. ഗൈറു ഹോഗയി വല്ലാതെയായി, വേറെയായി മാറി പറഞ്ഞാലോ. ഈ ജൽസെ വിരഹം കാരണം കൊണ്ട് ഗൈറു ആകയി വല്ലാതെ ആയി തീർന്നു. എന്ത് ഹാലത്ത് അവസ്ഥ, അവന്റെ അവസ്ഥ എന്ത് ചെയ്തു, വല്ലാതെ ആയിട്ട് എന്ത് ചെയ്തു, തീർന്നു. ദുഃഖം കാരണം കൊണ്ട് അല്ലേ. നോക്കിയാ നമ്മുടെ എന്ത് ഹിജർസെ ഗംസെ രണ്ടും ഒരേമാതിരി അല്ലേ. ഗംസെ ബിൽക്കുൽ എന്ന് പറഞ്ഞാൽ തീർത്തും, ബിൽക്കുൽ തീർത്തും എന്ത് ബദൽ ഗൈ മാറിയിരുന്നു, ബദൽ ഗൈ മാറിയിരുന്നു. നോക്ക് എന്ത് മാറിയിരിക്കുന്നു, ബദൽ ഗൈ എന്ത് മാറിയിരിക്കുന്നു, സൂറത്ത് രൂപം തീർന്നു, ബിൽക്കുൽ ബദൽ ഗൈ തീർത്തും മാറിയിരിക്കുന്നു. ഹിജർസെ ഗൈർ ഹോ ഗൈ ഹാലത്ത് വിരഹം കാരണം കൊണ്ട് വല്ലാതെയായി തീർന്നു അവന്റെ അവസ്ഥ. ദുഃഖം കാരണം കൊണ്ട് അവന്റെ രൂപം എന്ത് ചെയ്തു, മാറിയിരിക്കുന്നു. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ. പിന്നെ അടുത്തത് മൂപ്പറ്റ അവസ്ഥ എന്താണ്, ഹൈറാൻ എന്താണ്, ഹൈറാൻ പറഞ്ഞ ആശ്ചര്യപ്പെട്ടു, ആശ്ചര്യവാനായി. അപ്പിന എന്ന് പറഞ്ഞാൽ തസ്നിക്കറിയോ, എന്നാ ബേഗാന പറഞ്ഞ എന്തായാലും അറിയാം, ബേഗാന അല്ലെ. അപ്പിന ബേഗാന ഒന്നും പറയാൻ പറ്റുമെങ്കിൽ പറയാം. जिसने देखा मुझे न पहचाना. നമുക്ക് എത്ര ലളിതമായിട്ട് പറയണല്ലേ, മുझे न पहचाना. ഹുവാ ഹൈറാൻ ആശ്ചര്യവാനായി. ആര്, ഹൈറാൻ ഹുവ എന്ന് പറഞ്ഞാണ് ഉണ്ടായി, ആശ്ചര്യവാനായിട്ട് ആയി. ആര്, അപ്പിനാറെ സ്വന്തക്കാര്. പിന്നെ ബേഗാന മറ്റുള്ളവരും, സ്വന്തക്കാരും അന്യരും ഒക്കെ എന്ത് ചെയ്തു. ഇത് അപ്പിന എന്ന് പറഞ്ഞാല് നമ്മളുടെ സ്വന്തക്കാര് അല്ലെ. ഇതോ അന്യര്, സ്ട്രേഞ്ചേഴ്സ്, അന്യര്, അതായത് സ്വന്തക്കാരില്ലാത്ത നമ്മളെ അയൽവാസികൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉണ്ടാവില്ലേ, അവര് ബേഗാന എന്ന് പറയുന്നതാണ്. ഹുവാ ഹൈറാൻ അപ്പിന ബേഗാന സ്വന്തക്കാരും അവന്മാർക്ക് മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്തു, ആശ്ചര്യവാനായി തീർന്നു, ആശ്ചര്യപ്പെട്ടു. എന്നിങ്ങനെ എന്ത് കാരണം കൊണ്ട്, ജിസ്നെ ദേക്ക നോക്കിയവരൊക്കെ मुझे ने पहचाना. मेरी सूरत इतनी बिगड़ गई थी कि जो लोग मेरे अपना बेगाना मुझे ने पहचाना, എന്നെ നീല തിരിച്ചറിഞ്ഞില്ല. जो भी मुझे देखता था हैरान होते थे. എന്നെ കാണുന്നവരൊക്കെ ആശ്ചര്യപ്പെടുമായിരുന്നു. മേരി ഹാലത്ത് ഇത്തിനി ബിഗड़ चुकी, मेरी सूरत शक्ल सूरत से मुझे पहचान नहीं सकता था, क्योंकि मेरी सूरत और शक्ल यार से
ബദൽ ഗയി തീ, മനസ്സിലായില്ലേ, മാറിയിരുന്നു. ഓക്കെ. ഹുവാ ഹൈറാൻ അപ്നാ ബേഗ്, സ്വന്തക്കാരും ആൾക്കൊക്കെ എന്ത് ചെയ്തു, ആശ്ചര്യപ്പെട്ടു. ജിസ്നെ ദേക്ക മുജനെ പഹച്ചാന, നോക്കിയവരൊന്നും നിന്നില്ല, കണ്ടവരൊന്നും നോക്കിയവരൊന്നും നിന്നില്ല, തിരിച്ചറിഞ്ഞില്ല. ആരെ ആപ്കോ ക്യാ ഹുവയാ, आप इतनी बिगड़ गई, क्या से क्या हो गया, कहां से कहां पहुंच गया, कहने लगे. മനസ്സിലായി, ആര്, അപ്നാ ബേഗാന. അപ്പൊ അത്രമാത്രം അവന്റെ അവസ്ഥ എന്ത് ചെയ്തു, മോശമായി. നോക്കൂ, പിന്നെ ദേക്കിയേ 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 ദേക്കി, നോക്കി, മാ ബാപ്പിനെ ജോ യെ അന്താസ്, മാ ബാപ്പിനെ, പിന്നെ जो ये अंदाज, देखिए देखे जो ये अंदाज, അന്താസ് പറഞ്ഞാൽ രീതി, സ്റ്റൈല് അല്ലെ, ഈ രീതി, ഈ രൂപം, അല്ലെങ്കിൽ എന്താണ് സ്റ്റൈല്, അല്ലെങ്കിൽ രൂപം. ഓക്കെ. ദേക്കേ കണ്ടു, മാതാപിതാക്കൾ കണ്ടു, ജോ എന്ന് പറഞ്ഞാൽ അപ്പോൾ അല്ലെ, ജബ് അല്ലെ, കണ്ടപ്പോൾ, അന്താസ്, ഈ അന്താസ് പറഞ്ഞാലോ ഈ രീതി കണ്ടപ്പോൾ, ഈ ശൈലി, ഈ പോക്ക് അല്ലെ, ഈ രീതി എന്ത് ചെയ്തു, കണ്ടപ്പോൾ. ജോ ഈ അന്താസ്, മാതാപിതാക്കൾ എന്റെ ഈ പോക്ക്, ഇങ്ങനത്തെ ഈ പോക്ക് എന്ത് ചെയ്തു, കണ്ടപ്പോ. ഓരോ അവസ്ഥ എന്താ, കണ്ടപ്പോ എന്താ സംഭവിച്ചതറിയോ? റൂഹ് പറഞ്ഞാൽ നമുക്കറിയാം, കാലിബ് പറഞ്ഞാലും നമുക്കറിയാം അല്ലെ, എന്ത് ചെയ്തു, കർഗയി, എന്താണ് കർഗയി, എന്ത് ചെയ്തു, പർവാസ്. നോക്കൂ, ദേക്കേ മാ ബാപ്പിനെ ജോ ഈ അന്താസ്, മാതാപിതാക്കള് എന്റെ ഈ അവസ്ഥ, ഈ രീതി എന്ത് ചെയ്തു, കണ്ടപ്പോ, അന്താസ്, എന്റെ ഈ അവസ്ഥ അല്ലെങ്കിൽ ഈ രീതി എന്ത് ചെയ്തു, കണ്ടപ്പോൾ, റൂഹ് കാലിബ് സെ കർ ഗയി പർവാസ്, എന്ത് ചെയ്തു, പിന്നെ അവരുടെ ശരീരത്തിൽ നിന്ന് പിന്നെ റൂഹ് എന്ത് ചെയ്തു, പർവാസ് കർണ എന്ന് പറഞ്ഞതാണ്, പർവാസ് കർണ, ജീവൻ പോവുക. അപ്പൊ റൂഹ് കാലിബ് സെ പർവാസ് കർ ഗയി എന്ന് പറഞ്ഞാലോ, പർവാസ് കർണ പറഞ്ഞാല് പറക്കുക എന്നാണ് അതിന്റെ അർത്ഥം. റൂഹ് കാലിബ് സെ കർ ഗയി പർവാസ് എന്ന് പറഞ്ഞാലോ, കാലിബ് പറഞ്ഞാൽ നമുക്കറിയാം രൂപം, റൂഹ് എന്ന് പറഞ്ഞാലോ ആത്മാവ്, രൂപമില്ലാത്ത അല്ലേ. അപ്പോ ശരീരത്തിൽ നിന്ന് ആത്മാവ് എന്ത് ചെയ്തു, പറന്നുപോയി എന്ന് പറഞ്ഞാൽ എന്താണ്, ജീവൻ പോയി. നമ്മൾ പറയുന്നത് ചിലപ്പോ എന്ത് ചെയ്യുന്നതാണ്, വല്ല ആക്സിഡന്റ് മറ്റൊന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഉമ്മാരൊക്കെ എന്താണ് ചിലപ്പോ ഒരു പോക്ക് പോലില്ലേ, അല്ലെങ്കിൽ എന്ത് നെഞ്ഞത്തടിക്കലില്ലേ, എന്താണ് അത്, അപ്പോഴത്തെ ആ ഷോക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അതേമാതിരി തന്നെ ഈ ഷോക്കിക്ക് इतनी बिगड़ गई कि जब उनके माँ बाप उनके देखते थे तो उनके रूह खालिब से परवाज ഇനി ഉനക്ക് ജാൻ ചലി ജാതി തീ, അവരുടെ ജീവൻ പോകുമായിരുന്നു. അപ്പൊ എന്താണ്, ഇത് മാതാപിതാക്കള് അവന്റെ ഈ അവസ്ഥ കണ്ടപ്പോ അവരുടെ ശരീരത്തിൽ നിന്ന് എന്ത് ചെയ്തു, റൂഹ്, ആത്മാവ് എന്ത് ചെയ്തു, പറന്നു പോയി എന്ന് പറഞ്ഞാല് ജീവൻ പോയി. ഇതിനൊറ്റ അർത്ഥമുള്ളൂ, ഇതിനൊറ്റ അർത്ഥാണ്, ജീവൻ പോയി. ജാൻ ചലി ഗയി, ജാൻ എന്ത് ചെയ്തു, ചലി ഗയി, ജാൻ ചലി ഗയി എന്ന് പറഞ്ഞാൽ ജീവൻ എന്ത് ചെയ്തു, ജാൻ നിക്കൽ ഗയി, അതാണ് ഏറ്റവും നല്ലത്. ജീവൻ എന്ത് ചെയ്തു, പോയി, ജീവൻ പോയി എന്നാണ് ഇതിന്റെ അർത്ഥം. അവനെ അവന്റെ ഈ രീതി കണ്ടപ്പോ മാതാപിതാക്കളുടെ പിന്നെ ആത്മാവ് എന്ത് ചെയ്തു, കാലിബ് എന്ന് പറഞ്ഞാല് രൂപം അറിയില്ലേ, രൂപം അല്ലെങ്കിൽ ഡാഞ്ച, ചട്ടക്കൂട്, അതിന്റെ ഉള്ളിലാണ് ആരുള്ളത്, ആത്മാവുള്ളത് അല്ലേ. അപ്പൊ ഇന്ന് എന്ത് ചെയ്തു, ആത്മാവ് പോവാന്ന് പറഞ്ഞാൽ എന്താണ്, മരിച്ചു എന്നാണ് അതിനർത്ഥം, ജീവൻ പോയി. ജീവൻ പോകാറ് യഥാർത്ഥ ജീവൻ പോവല്ല, അവരുടെ അപ്പോഴത്തെ ഷോക്ക് ഉണ്ടാവില്ലേ, അതെ. ഓക്കെ. അടുത്ത പൂച്ച മുജ്സേ, പൂച്ച മുജ്സേ എന്നോട് ചോദിച്ചു, എന്നോട് ഇത് ചോദിച്ചു, ഈ ഹാല് തരാ, ക്യാ ഹേ ഹാല് തരാ എന്ന് പൂച്ച ചോദിച്ചു, മുജ്സേ എന്നോട് ചോദിച്ചു, ക്യാ, ഇതെന്താണ്, ഹാല് തരാ, നിന്റെ അവസ്ഥ എന്താണ്, തരാ ഹാലെ ക്യാ ഹേ, തരാ ഹാൽ ക്യാ ഹേ യാർ. പൂച്ച മുജ്സേ എന്നോട് എന്ത് ചെയ്തു, ചോദിച്ചു, ക്യാ ഹേ ഹാല് തരാ, എന്റെ അവസ്ഥ എന്താണ്, ഇത് എന്താണ് എന്റെ അവസ്ഥ, വാട്ട് ഹാപ്പൻഡ്, കിസ് തൊറഫ് ബന്ധാ ഹേ. ഇനി ഒരു വാക്കുണ്ട് കേട്ടോ നമുക്ക് അറിയാത്തത്, കിസ് തൊറഫ് ബന്ധാ ഹേ. കിസ് തൊറഫ് ഏത് ഭാഗത്താണ്, ബന്ധാ ഹേ ബന്ധിന എന്ന് പറഞ്ഞാൽ കെട്ടിയിടുക എന്നാണ് അർത്ഥം അല്ലെ. ബന്ധിന എന്ന് പറഞ്ഞാല് കെട്ടിയിടുക എന്നാണ് അർത്ഥം അല്ലെ, ഒരു സാധനം ബന്ധിപ്പിക്കുക അല്ലെ, കെട്ടിയിടുക. ഇവിടെ എന്താ കെട്ടിയിട്ടുണ്ട്, ഹയാൽ 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 തേരാ. അപ്പൊ ഹയാൽ ബന്ധിന എന്ന് പറഞ്ഞാല്, ബന്ധിന എന്ന് പറഞ്ഞാല് ഒരേ കാര്യത്തെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക, അതിനാണെന്ന് പറയാ ഹയാൽ ബന്ധിന എന്ന് പറയാ കേട്ടോ. അപ്പൊ പൂച്ച മുജ്സേ ഹാൽ തരാ, നിന്റെ ഈ അവസ്ഥ എന്താണെന്ന് എന്നോട് ചോദിച്ചു.
എന്നിട്ട് പറയാണ് കിസ് തറഫ് ഹേ, എന്താണ് കിസ് തറഫ്, ഏത് ഭാഗത്താണ് ചിന്തിക്കുന്നത്, എവിടെയാണ് കിസ് തറഫ്, എവിടെയാണ് കിസ് തറഫ്, ഏത് ഭാഗത്താണ് ഖയാൽ ബന്ധ, എന്റെ ചിന്ത എവിടെയാണ് ചിന്തിക്കുന്നത്, എവിടേക്കാണ് ചിന്തിക്കുന്നത്, ഇങ്ങനെ ചിന്തിക്കുന്നത്, തരാ നിന്റെ ഇപ്പൊ എന്ത് ചെയ്യുന്നത്, ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എവിടേക്കാണ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, എവിടെയാണ് ഇങ്ങനെ മുഴുകിയിരിക്കുന്നത് പറയില്ലേ, ഖയാൽ ബന്ധിന എന്ന് പറഞ്ഞാൽ ഒരേ ചിന്തയിൽ മുഴുകിയിരിക്കുക കേട്ടോ. അപ്പോ സത്യം പറഞ്ഞോ. ഇനി നമുക്ക് ഇവിടെ എന്താണ് മുക്കാലമനികാരി ഇല്ല, ഇവിടെ മുക്കാലമനികാരി എന്ന് പറയുന്നത് എന്താണ്, ഡയലോഗ് അല്ലേ, മാതാപിതാക്കൾ ചോദിക്കണില്ലേ, അവരുടെ പിന്നെ എന്റെ അവസ്ഥ കണ്ടപ്പോ എന്ത് ചെയ്യാണ്, ചോദിക്കാണ്, പൂച്ച കിസ് പൂച്ച മുജ്സെ യേ ക്യാ ഹേ ഹാൽ തരാ കിസ് തറഫ് ഹേ ബന്ദാ ഹേ ഖയാൽ തരാ എന്ന് പറയുമ്പോ ഇവിടെ എന്താണ്, സച്ച് ബത്താതെ, സത്യം പറഞ്ഞോ, ബത്താതെ. ഇവിടെ എന്താണ് മുക്കാലമനികാരിക്ക്. അപ്പൊ എന്നോട് ചോദിക്കും മുക്കാലമനികാരിന്റെ നല്ല ഉദാഹരണങ്ങൾ ഇതിൽ കണ്ടെത്തണം എന്ന് പറഞ്ഞാല് എനിക്ക് എന്ത് ചെയ്താം, ഇത് ചെയ്താം കേട്ടോ. ഓക്കെ, സച്ച് ബത്താതെ, സത്യം പറഞ്ഞോ. കെ ധ്യാൻ കിസ്കാ ഹേ, ആരെ കുറിച്ചാണ് ചിന്തിക്കുന്നത്, ശ്രദ്ധിക്കുക. ധ്യാനം പറഞ്ഞാൽ ധ്യാനിക്കുക എന്നുള്ള ശ്രദ്ധിക്കുക എന്നല്ല, ധ്യാനം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. എവിടെയാണ് ഇത് ശ്രദ്ധിച്ചിരിക്കുന്നത്, ആരെ കുറിച്ചിട്ടാണ് അന്റെ ചിന്ത ആരെ കുറിച്ചിട്ടാണ്, സച്ച് ബത്താതെ, സത്യം പറഞ്ഞോ. ധ്യാൻ കിസ്ക, ധ്യാനം ശ്രദ്ധിക്കുക എന്നർത്ഥം. ഇവിടെ ചിന്ത വെച്ചാണ്ട് ഫിക്ർ വെച്ചാൽ അല്ലെങ്കിൽ വറി അല്ലെ, വറി. അപ്പൊ നല്ല സച്ച് ബത്താ, സത്യം പറഞ്ഞോ. ധ്യാൻ കിസ്ക, ആരെ കുറിച്ച് ചിന്തിക്കണത്, ആരെ കുറിച്ചാണ്, മേരി ജാൻ കിസ്കാ, മാതാപിതാക്കൾ അവരുടെ സ്നേഹത്തോടുള്ള ദിൽമേ അല്ലെ. അപ്പൊ ജസ്ബാത്ത് നികാരി ഇവിടെ പറയണില്ലേ, നമുക്ക് ജസ്ബാത്ത് നികാരിന്റെ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ പറഞ്ഞു അല്ലെ, എന്ത് നേരത്തെ ആഷിഖിന്റെ അവസ്ഥ അല്ലെ, പിന്നെ മാതാപിതാക്കളുടെ അവസ്ഥ, മകനെ ഇത്രയും വിഷമഘട്ടത്തിലെ മുസീബത്തിനെ ഫസാ ഹുവേ ജബ് പാता है तो उनकी क्या कैफियत होगी, आपने कभी सोचा है, वो तकरीबन इसी तरह की होगी, उसी तरह की होगी जो हम कह रहे हैं अभी. दिल में गम मेरी जान എന്റെ പൊന്നെ മനസ്സിലെ ഗം ദുഃഖം, കിസ്കാ ഹേ, ആരെ കുറിച്ചാണ്, ദിൽ മേ ഗം മേരി ജാൻ കിസ്കാ ഹേ, മനസ്സിൽ പിന്നെ ആരെ കുറിച്ചിട്ടാണ്, മേരി ജാൻ എന്റെ പൊന്നെ, മനസ്സിൽ ആരെ കുറിച്ചിട്ടാണ് ഇത്രയുമുള്ള ചിന്ത ഉള്ളത്, ദുഃഖമുള്ളത്, ആരെ കുറിച്ചിട്ടാണ്, ഗം എന്ന് പറഞ്ഞാൽ ചിന്ത എന്ന് അർത്ഥം കേട്ടോ. ഗം എന്ന് പറഞ്ഞാല് എന്താർത്ഥം, ദുഃഖം എന്ന് പറയുന്നുണ്ട്, ചിന്ത. എങ്ങനത്തെ ചിന്ത, വിഷമിക്കുന്ന ചിന്ത അല്ലേ, അതിനാണ് പറഞ്ഞോ. അപ്പോ ദിൽമേ ഗം മേരി ജാൻ കിസ്കാ ഹേ, ആരെ കുറിച്ചിട്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്, പറയാം, സച്ച് ബത്താ, ധ്യാൻ കിസ്കാ ഹേ, ആരെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. പിടികിട്ടി, സംഗതി എന്ത് ചെയ്തു, പിടികിട്ടി, ഇത് ഇന്നതാണെന്നല്ലേ. കാരണം ഏറ്റവും കൂടുതൽ ചെറുതായിട്ട് മാറ്റങ്ങൾ വരുമ്പോ, കുട്ടികളിൽ മാറ്റം വരുമ്പോ അതിനെ ആര് നോട്ട് ചെയ്യും, മാതാപിതാക്കൾ എന്തെങ്കിലും നോട്ട് ചെയ്യും. പെട്ടെന്ന് അവർക്ക് മനസ്സിലാവും ചെയ്യും, ഇതാണ് സംഗതി എന്ന് ഓൽക്ക് എന്താണ് മനസ്സിലാവും. ഇവിടെ അതാ സംഭവിച്ചിരിക്കുന്നത്, നേരെ നോക്കിക്കോട്ടോ. रंज किस शोला रोका काते हो, रंज किस शोला എന്ന് പറഞ്ഞാൽ ശോല, തീജ്വാല അല്ലെ, നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്. ശൂല റൂ എന്ന് പറഞ്ഞാലോ, ജോലയുള്ള മുഖം അല്ലെ, ജോല അബൂജഹലിനെ അബിലഹബ് എന്ന് പറഞ്ഞാൽ അതല്ലേ. അപ്പൊ എന്താണ് റഞ്ച് കിസ് ശൂല റൂ, കാരണം തന്നെ അബൂലഹബ് ഭയങ്കര സുന്ദരനായിരുന്നു, മനസ്സിലായില്ലേ. അബൂജഹലിന്റെ യഥാർത്ഥ പേരെന്താണ്, നല്ല തീജ്വാലയുടെ മുഖം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി മുഖം കേട്ടോ. ശൂലറു പറഞ്ഞ സുന്ദരി. അപ്പൊ നോക്കൂ, റഞ്ച് കിസ് ശൂലറു കാത്തെ ഹോ മോനെ സത്യം പറഞ്ഞോ. റഞ്ച് ദുഃഖം, കിസ് ഏത്, ഈ സുന്ദരി, ശൂല എന്ന് പറഞ്ഞാൽ തീജ്വാല, റൂ എന്ന് പറഞ്ഞാൽ മുഖം, ശൂല റൂ എന്ന് പറഞ്ഞാൽ ഏത് നല്ല ജ്വാലയുള്ള സുന്ദരമായ മുഖമുള്ള, അതായത് സൂര്യത്തിലടിക്കില്ലേ, ഏത് സുന്ദരിയെ കുറിച്ചിട്ടാണ് ഇങ്ങനെ ദുഃഖിക്കുന്നത്. കാന എന്ന് പറഞ്ഞാൽ ഏൽക്കുക അല്ലെ, റഞ്ച് കാന എന്ന് പറഞ്ഞാൽ ദുഃഖം ഏൽക്കുക, ദുഃഖിക്കുക. റഞ്ച് കാന എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്, ദുഃഖിക്കുക എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. കാന എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏൽക്കുക, തീർക്കാന അല്ലെ. അപ്പോ മുസീബത്തെ വല്ലതും ഏൽക്കുമ്പോ അതിനെന്ത് പറയുന്നതാണ്, റഞ്ച് കാന എന്ന് പറയുന്നതാണ്. എന്നാ ജൂത്ത എന്ന് പറഞ്ഞാല് പിന്നെ ചെരുപ്പിലെ ഷൂ. ജൂത്ത കാന എന്ന് പറഞ്ഞാലോ
ഷൂസ് ഇരിക്കുക. നമ്മള് ചിലപ്പോ പിന്നെ ജോർജ് ബുഷ് എന്ത് ചെയ്തു, ജോർജ് ബുഷിനെ ജൂത്ത കായെന്ന് പറഞ്ഞ എന്താണ്, ജൂത്ത എന്ത് ചെയ്തു, ഏറ്റു എന്നാണ് അർത്ഥം അല്ലെ. അപ്പോ റഞ്ജിക്ക് ഷോലറൂക്ക കാത്തേഹോ, ഏത് സുന്ദരിയെ കുറിച്ചിട്ടാണ് ഇമ്മാരി ഇഞ്ചി ദുഃഖിക്കണത്, ദുഃഖം ദുഃഖിക്കണത്. എന്ത് ചെയ്യണത്, ഷമ്മുക്കി തര എന്ന് പറഞ്ഞാലോ മെഴുകുതിരി പോലെ. പിഗലേ ജാത്തേഹോ എന്ന് പറയും, പിഗലേ ജാത്തേഹോ. പിഗല്ല എന്ന് പറഞ്ഞാൽ ഉരുകുക, പിഗല്ല എന്ന് പറഞ്ഞാല് ഉരുകുക കേട്ടോ, എഴുതി വെച്ചോ. പിഗല്ല എന്ന് പറഞ്ഞാല് ഉരുകുക. അപ്പൊ പിഗലേ ജാത്തേഹോ എന്ന് പറഞ്ഞല്ലോ, മെഴുകുതിരി പോലെ ഇങ്ങനെ ഉരുകണോ, മെഴുകുതിരി പോലെ ഇങ്ങനെ ഉരുകണം. പിഗലേ ജാത്തേഹോ എന്ന് പറഞ്ഞാൽ ഉരുകുന്ന. അപ്പൊ ചോദിക്കും എന്തിനാ പിഗല അവസ്ഥക്ക് ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടുമില്ല, എന്നാലോ ഇത് ഒരു സാധനം നമ്മളിപ്പോ എന്താണ് നമ്മൾ പറയില്ല, എന്റെ തല പൊട്ടി പോവാണ് തലവേന കാരണം കൊണ്ട് പറയില്ല, യഥാർത്ഥത്തിൽ പൊട്ടി പോവാണോ, അല്ല. അതേമാതിരി ഇവനിപ്പോ മെഴുകുതിരിമാരിപ്പോ ഉരുകാണോ, അല്ല. അവന്റെ കൈഫിയത്ത് അല്ലേ എന്താണ്, ചമ്മക്കി തര പിഗലെ ജാത്തേഹോ പറഞ്ഞാലോ മെഴുകുതിരി പോലെ ഉരുകുന്നു. മെഴുകുതിരി പോലെ ഉരുകുന്നു എന്ന് പറഞ്ഞാല് ഒരിക്കലില്ല, പക്ഷെ അതിന്റെ ഇത് യഥാർത്ഥം ഉള്ളതുപോലെ എന്ത് ചെയ്യണം, യഥാർത്ഥത്തെ പോലെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാവുന്നതാണ് ഈ പ്രയോഗം ഉപയോഗിക്കുന്നതാണ്. അതിനെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഷമ്മക്കി തര പിഗലേ ജാത്തയോ, എന്താണ് മെഴുകുതിരി പോലെ ഇങ്ങനെ ഉരുകുന്നോ മനസ്സിലായില്ലോ. കഴിഞ്ഞു. അടുത്തത് കോൺസി माहरू पर മർത്തേ ഹോ. കോൺസി മഹ്റൂപ്പർ, മഹ്റൂ എന്ന് പറഞ്ഞാൽ സുന്ദരിയിലെ ചന്ദ്രനെ പോലെ മുഖമുള്ള. കോൺസി മഹ്റൂപ്പർ മർത്തേ ഹോ, ഏത് മഹ്റൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ചന്ദ്രനെ പോലെ മുഖമുള്ള ആളുടെ മേൽ മരിക്കുക, ജീവൻ കളയുക അല്ലെ. ജീവൻ കളയാറാണ് സ്നേഹിക്കുക, അതിരിട്ട് സ്നേഹിക്കുക, ഇന്നതൊരു മരണ എന്ന് പറയില്ലേ. അപ്പൊ ഞങ്ങൾ ഒക്കെ പഠിച്ചില്ലേ, നമ്മൾ പഠിച്ച എന്താണ് മർത്തിഹേ എന്ന് പറഞ്ഞാൽ എന്താണ്, പെൺകുട്ടികള് ഷാരൂഖ് ഖാന് വേണ്ടിയിട്ട്. ഇവിടെ എന്താണ് പറഞ്ഞ അർത്ഥം എന്താണ്, വേണ്ടി എന്നാണ് അർത്ഥം കേട്ടോ. ഓക്കെ. കോൺസി, ഏത് സുന്ദരിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ജീവൻ കളയണത്, അതായത് ഏത് സുന്ദരിക്ക് വേണ്ടിയിട്ടാണ് ജീവൻ കളയുന്നത്, സത്യം പറഞ്ഞ സച്ചുക്കാവോ മോനെ. ഇവിടെ എന്താണ് മുക്കാലമനികാരി ഉണ്ട് അല്ലേ, സച്ചുക്കാവോ സത്യം പറഞ്ഞോ. കിസ്കോ പ്യാർ കർത്തയോ, വളർത്തിട്ടില്ല പറയാം, പൂച്ചയില്ലാത്ത എന്താണ് ചോദിക്കാൻ, എന്താണ് കിസ്കോ, ആരെയാണ് പ്യാർ കർത്തയോ, ആരെ സ്നേഹിക്കണം പറയേ, ആരെയാണ് സ്നേഹിക്കുന്നത്, ആരെയാണ് സ്നേഹിക്കുന്നത്. മഹ്റൂപ്പർ മർത്തയോ, ये सच कहो, ये सच कहो, किसको प्यार करते हो, ആരെ സ്നേഹിക്കണം. അടുത്തത് യഹ് കഹോ ഇങ്ങനെ പറഞ്ഞ ഇത് പറഞ്ഞ മെഹജബീൻ എന്ന് പറഞ്ഞാല് സുന്ദരിയിലാക്ക് മെഹജബീൻ മിലാഹിക്കോൻ, ഏത് സുന്ദരിനെയാണ് കിട്ടിയിരുന്നത്, കണ്ടുമുട്ടിയിരിക്കുന്നത്, സത്യം പറഞ്ഞു. കഹോ ഇങ്ങനെ പറയാ, മെഹജബീൻ മിലാഹിക്കോൻ, ഏത് മെഹജബ് സുന്ദരിനെയാണ് കിട്ടിയിരിക്കുന്നത്, ഞങ്ങൾക്കറിയാത്ത അല്ലേ. സംഭാഷണത്തിന്റെ ആ ശൈലിയിലെ അത് गुफ्तगू का गुमान होता है यहाँ पे, ले है होता है अल्लाह है. तुमको ऐसा हसीन मिला, ऐसा ना तुमको ऐसा हसीन मिला है कौन അനക്ക് ഇത്രയും ഐസാറ ഇത്രമാത്രം ഇത്തിന അല്ലെ, ദിസ് എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം അല്ലെ, ഇത്രമാത്രം സുന്ദരി കിട്ടിയിരിക്കുന്നത്, ഏത് സുന്ദരനാണ് കിട്ടിയിരിക്കുന്നത്, എത്രമാത്രം വലിയ ഏത് സുന്ദരനെയാണ് കിട്ടിയിരിക്കുന്നത്, ഇത് എത്ര വലിയ സുന്ദരനെ കിട്ടിയിരിക്കുന്നത്, ഏത് സുന്ദരനാണ് ഇത്രമാത്രം വലിയ സുന്ദരനെ, ഏത് സുന്ദരനെയാണ് ലഭിച്ചിരിക്കുന്നത്, സത്യം പറഞ്ഞോ. ഇനി അടുത്തെന്താണ്, കാത്തേഹോ പീത്തേഹോ നസോത്തേഹോ. ഇവിടെ ഹാല് വരെ അടുത്ത വരികൾ എടുക്കട്ടെ, അത് കഴിഞ്ഞാൽ നമ്മൾ നിർത്തും. നോക്കട്ടെ, കാത്തേഹോ
न पीते हो, न पीते हो, खाते हो, न पीते हो, न सोते हो, न सोते हो, रोज उठ के, रोज उठ के सबको रोते हो, सबको रोते हो, കാത്തെ തിന്നണമില്ല, കുടിക്കണമില്ല, ഉറങ്ങണമില്ല, റോസ് ഡെയിലി അല്ലെ, ഡെയിലി റോസ് പറഞ്ഞാല് ഡെയിലി എന്നും പതിവ് എന്നും എന്തെന്ന് ഉടുക്ക എണീറ്റിട്ട് എപ്പോ ഷബ്കു രാത്രിക്ക് കരയുന്നു, എന്താണ് കരയുന്നു, പിന്നെ കരയാണോ, അപ്പൊ എന്താണ് തിന്നണമില്ല, കുടിക്കണമില്ല, ഉറങ്ങണമില്ല, എന്നും രാത്രി എണീറ്റിട്ട് എന്ന് കൂടെ എണീറ്റിട്ട് എന്ത് ചെയ്യുന്നു, കരയുകയും ചെയ്യാം. എന്താ അവസ്ഥയെ പൊന്നുമോനെയാണ് നിനക്ക് പറ്റിയിരിക്കുന്നത് അല്ലെ. ഇവിടെ മാതാപിതാവിന്റെ ആ വേദന അല്ലെ, അവര് എപ്പോഴും പറയില്ലേ എന്താണ്, ഭക്ഷണം കഴിച്ചോ, അല്ലെ കുടിച്ചോ, അല്ലെങ്കിൽ ഉറങ്ങിയോ, ഇത് ആരുടെ കൺസേൺ ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക, മാതാപിതാക്കളുടെ ഏറ്റവും കൂടുതൽ ഉസ്കോ സ്വരാക്കാരോത്തി അല്ലെ, ഏ ലഫ്സ് നമ്മളോട് ആര് ചോദിക്കുക, മാ ബാപ് വാലിദൈൻ हमसे रोज पूछते हैं अल्ले, ओके, रोज उठ के सबको रोते हैं, ये कैफियत आर्क कानिല്ല, बर्दाश्त नहीं हो रहा है, उनकी हालत നോക്ക്, उनके ബർദാശ്ത് സഹിക്കാനൊന്നുമില്ല, ആവുന്നില്ല. അപ്പോ ഇത് നമ്മൾ പഠിച്ചോല്ലേ, നെഹി മാലൂം, നെഹി മാലൂം പറഞ്ഞാല് ആരാ അറിയില്ല, അതാ നെഹി നെഹി മാലൂം അറിയില്ല, कौन है वो चनाल, कौन है वो चनाल, ചിനാൽ ോ ചിനാൽ, ചിനാൽ എന്ന് വെച്ചോളൂ, ചിനാൽ ഏതാണ് ആ വൃത്തിയായിട്ട സ്ത്രീ, നമ്മൾ പറയാം ഇത് ശരിക്കും നമ്മൾ പറഞ്ഞ നമ്മുടെ നാട്ടിലെ എന്താ പെണ്ണുങ്ങൾ പറയുന്ന വേറെ വാക്കാണ് കേട്ടോ, ഞാൻ പറയണില്ല. നെഹി മാലും കോൻ ഹേ വോ ചനാൽ, നമ്മൾ പറയില്ല ആ വൃത്തിയായിട്ട സ്ത്രീ, ആ വൃത്തിയായിട്ട സ്ത്രീ ഏതാണ് അല്ലെ, നമ്മൾ പറയാറില്ലേ, കോൻ कर दिया मेरे लाल का ये हाल, कर दिया मेरे लाल का ये हाल, ഹാൽ കർണ നമ്മൾ പഠിച്ചുകൊണ്ടേ, ഹാൽ കർണ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാൽ കർണ വളരെ മോശമാക്കുക എന്നാണ് അർത്ഥം, അവസ്ഥ. നോക്കൂ, മേരാ ഘർ കാ ഫൗജിനെ ഹമാരാ ഘർ കാ യേ ക്യാ ഹാൽ കർ ദിയ, ആപ് ദേഖ് രഹേ ഹൈ, ആപ് തോ ദേഖ് രഹേ ഹൈ, നിങ്ങൾ കാണുന്നില്ലേ, എന്താണ്, പിന്നെ എന്റെ വീടിനെ എമ്മാരി പണിയായിട്ട് വെടിവെച്ചിട്ട് പോലെ തകർത്ത് തരിപ്പണാക്കി അല്ലെ സൈന്യം അല്ലെ. ഈ മാലും കോനെ അറിയില്ല കേട്ടോ ആരാണ്, ഓ ചിനാൽ, ആ ചിനാൽ ആരാണോ, ലാൽ, ലാല് പറഞ്ഞാണ് മുത്തിലെ, പൊന്നിനെന്ന് പറയാൻ മുത്ത് നമ്മള് ലാലാ ലാലി ഒക്കെ പറയില്ലേ, ലാലാ ലാലാ പറഞ്ഞാണ് മോനെ പൊന്നെ നമ്മൾ പറയല്ലേ കുട്ടികളെ വീട്ടിൽ. കർദിയ മേരെ ലാൽ കാ യേ ഹാൽ, എന്റെ പൊന്നിനെ ഈ അവസ്ഥ കാട്ടിയത് ആരാണ് എന്നിട്ട് അച്ഛനാൽ ആരാണ്, വൃത്തിയായിട്ട സ്ത്രീ ആരാണ്. അപ്പൊ നോക്കൂ, ഇവിടെ നമ്മള് സംഭാഷണത്തിന്റെ ഇത് പറഞ്ഞു, ആ കൈഫിയത്ത് ലഹിജർക്ക് കൈഫിയത്ത് വളരെ മനോഹരമായിട്ട് വിവരിച്ചു. ഇത് നേരത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെ ഉപകാരപ്പെടും, ഗസലിലും നമുക്ക് എന്താണെന്നാണ് ഉപകാരപ്പെടും. ഹിജറിന്റെ അവസ്ഥയില് ആ വിരഹത്തിന്റെ ദിനങ്ങള് എങ്ങനെയാണ് കാമുകൻ കഴിച്ചു കൂട്ടിയത്, അദ്ദേഹത്തിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് മാതാപിതാക്കൾ എന്താണ് എങ്ങനെയാണ് പ്രതികരിച്ചത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ചോദ്യം വരാനും സാധ്യതയുണ്ട്, നല്ല ചോദ്യങ്ങൾ. 24 മാർക്ക് 25 മാർക്കിന് കഴിഞ്ഞ പ്രാവശ്യം നിൽക്കുന്നു ഇതിൽ വന്നിട്ടുണ്ട്, ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് പാഠമാണ് ഇത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഓരോ വീഡിയോകൾ കാണാൻ പഠിക്കണം. മാത്രമല്ല നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതുമ്പോൾ ഇന്നലെ നെത്തസിനെ നോട്ട് കാണിച്ചിട്ടില്ല. ഓക്കെ, പോട്ടെ. അപ്പൊ എന്താണ്, ഖുദാ.